പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കേ, ഞാൻ ചെറുതായിട്ട് എഴുതും. എഴുതും മീൻസ് പണ്ടൊക്കെ എഴുതിക്കൊണ്ടിരുന്ന സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ചായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. പിന്നീട് അതിങ്ങനെ പോയി 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 ചില സിറ്റുവേഷനിൽ സാഹിത്യം എഴുതാതെ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ ഈഗോ ഹേർട്ട് ചെയ്തപ്പം സാഹിത്യം എഴുതിയേ പറ്റുള്ളൂ എന്നൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ സാഹിത്യം എഴുതാൻ തുടങ്ങിയാണ്. അല്ലാതെ എനിക്ക് ഭാഷയോട് അത്ര മലയാള ഭാഷയോടുള്ള അമിതമായ പ്രേമമോ അക്ഷരങ്ങളോടുള്ള എന്തെങ്കിലും വലിയ ഒടുങ്ങാത്ത അഭിനിവേശമോ ഒരു വാഴയ്ക്കായും ഇല്ല. അതാണ് റിയാലിറ്റി. പക്ഷേ ഞാൻ കവിതകളൊക്കെ എഴുതാൻ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈ കഴിഞ്ഞ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ അന്ന് പുതുതായി ഇറങ്ങിയൊരു കവിതാ സമാഹാരത്തിൽ, മന്ദാരം പബ്ലിക്കേഷന്റെ പുതിയ കവിതാ സമാഹാരത്തിൽ എൻ്റെ ഒരു കവിത വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കവിതയുടെ പേര് ഞാനൊരു കാട്ടാളൻ എന്നാണ്. രൂപം കണ്ടാലും ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. കവിത ഞാൻ വായിക്കുന്നില്ല. അതിന് പകരം ഞാൻ വേറൊരു കവിത കാണിക്കാം. ഇത് മറ്റൊരു കവിതയാണ്. കെആറിന്റെ കവിതയാണ്. ഈ കവിത ഞാൻ വായിക്കാം. കവിത ഞാൻ പാടുന്നില്ല, അത് വായിക്കുക ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് അങ്ങനെ പാടാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട്. കവിതയുടെ പേര് വൃദ്ധവിലാപം എന്നാണ്. കവിത എങ്ങനെയാണ്: ഇന്നും വിയർപ്പിന്റെ ഗന്ധം വമിക്കുന്ന മണ്ണിലാണ് എൻ കൊച്ചുമാടം. എന്നും വിയർപ്പിന്റെ ഉപ്പാണ് എനിക്കുള്ള കഞ്ഞിതൻ സ്വാദിൻ രഹസ്യം. മണ്ണുമായി മല്ലിട്ട് ഞാനൻ കിടാങ്ങളെ കണ്ണും തുറപ്പിച്ചു വിട്ടു. അങ്ങ് ദൂരത്ത് എണ്ണയൂറുന്ന നാട്ടിലാണ് ഇന്ന് വാഴുന്നതെൻ മക്കൾ. ഒന്നു വന്നീ വയോവൃദ്ധനെ കാണുവാൻ, രണ്ടു നാളിക്കൊച്ചു മാടത്തിൽ തങ്ങുവാൻ, ഒന്നു ചേർന്നെൻ മക്കളെത്തുന്ന ചിന്തയും വ്യർത്ഥമായി മാറിടി നിന്ന്. വന്നൊരിക്കൽ മൂത്തമോൻ തന്റെ പെണ്ണുമായി നിന്നു മുറ്റത്തൊരൽപ്പം. നന്നായി പറഞ്ഞു ഞാൻ മക്കളെ, രണ്ടുനാൾ തങ്ങിയിട്ടായിടാം യാത്ര. ഡാർലിംഗ്, നമുക്കിപ്പോഴെത്തണം നേരമായി, കാറില്ല കയ്യിലെന്നോർക്ക. ആവില്ലെനിക്ക് വിയർപ്പിന്റെ ഗന്ധത്തിൽ പായും വിരിച്ചു കിടക്കാൻ. ഓതിയൻ പുത്രന്റെ ഭാര്യ തൻ കയ്യിലെ മോതിരത്തിൽ തലോടിക്കൊണ്ട് ഓതുവാനൊന്നുമില്ലാതെന്റെ മോൻ തന്റെ ഓമലാളോടൊത്തു നീങ്ങി. അതായത്, മക്കളെ വളർത്തി വലുതാക്കി അവർക്ക് ഗൾഫിൽ, ഇപ്പം എണ്ണയൂർന്ന നാട് എന്ന് ഉദ്ദേശിക്കുന്ന ഗൾഫായിരിക്കാം, മേ ബി കെആർ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ ആയിരിക്കാം. ഗൾഫിലേക്ക് അയച്ചു മക്കളെ. അപ്പം അവരോട് പറയാറുണ്ട് അച്ഛൻ്റെ കൂടെ വന്ന് നിൽക്കുകയെന്ന്. പക്ഷെ അവര് അങ്ങനെ വരാറില്ല എന്നുള്ള രീതിയിലാണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരിക്കൽ മൂത്തമ്മ വന്നു. അപ്പം 2 ദിവസം അവിടെ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേനും മരുമകള് പറഞ്ഞു, എനിക്ക് ഇന്ന് തന്നെ പോകണം, നമുക്ക് സമയമില്ല, കാറില്ല, അത് മാത്രമല്ല ഈ വൃത്തികെട്ട സ്ഥലത്ത് എനിക്ക് താമസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളൊരു കവിതയാണ് കെആർ എഴുതിയത്. എനിക്ക് ഈ ബുക്കിൽ ഏതാണ്ട് കവിതകളുടെ എണ്ണമായിരിക്കാം 162 പേജ് ഉള്ളതിൽ ഒരു 150 കവിത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 150 കവിതകളിൽ ഇതാണ് പുസ്തകമേ, കാളിമ. ഈ 150 കവിതകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കായ കവിത ഈ കവിതയാണ്, കെആറിന്റെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചു, എന്തായിരിക്കും ആ മകന്റെ ഒരു അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കി. അപ്പം മേ ബി ആ മകൻ അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ? ഉണ്ടാവണം. അങ്ങനെ അച്ഛനോട് പറയാനുള്ളത് എന്താന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ അതൊരു കവിതയാക്കി മറുവരി എന്നുള്ള രീതിയിൽ എഴുതാമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഞാൻ ആ കവിത എഴുതി. ആ കവിതയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല സീരിയസ്ലി. പക്ഷേ 1-2 പേർക്ക് ആ കവിത അയച്ചു. അയച്ചത് വായിച്ച ആൾക്കാർക്ക് ഒരു തരത്തിൽ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്
അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ആ കവിത ഞാൻ വായിക്കാം. അതായത് ഈ മകൻ പറയാണ്, ഭാര്യ പറഞ്ഞ് ഇറങ്ങിപ്പോയ മകനുണ്ടല്ലോ, അതായത് KRന്റെ കവിതയിലെ ഗൾഫിൽ നിന്ന് വന്ന ആ മകൻ. അവൻ പറയാണ്, ഇന്നും ഓർക്കുന്നു ഞാൻ വീറുറ്റ കാർമുകിൽ കോരിച്ചൊരിഞ്ഞൊരാ രാവിൽ, കണ്ണിൽ നിറച്ചൊരാ പേമാരിയായ എൻ്റെ ചാരത്ത് വന്നൊരു രൂപം, അമ്മയെ കാണാൻ അമൃതം നുകരുവാൻ വാവിട്ടു കേണോരനുജൻ, വെള്ള പുതച്ചങ്ങ് ഗന്ധകത്തിൻ പുകയ്ക്കുള്ളിലായി കാണുന്നു മങ്ങി, അമ്മയെ വിളിച്ചങ്ങ് മുട്ടിലിഴഞ്ഞു പോയി ചാരയെത്താൻ കൊതിച്ചോനെ, മാറോടണച്ചു കരയുന്നൊരീ മുഖം വേട്ടയാടി നിന്നു എന്നെ. കാലം കടിഞ്ഞാണ് പൂട്ടിയ ചിന്തയിൽ കാലത്തിനൊത്തങ്ങ് നീങ്ങാൻ, കണ്ടോരു മാർഗം തിരഞ്ഞെടുത്തീ വിധം കൈവിട്ട ജീവിതം പോലെ, കൗടില്യബുദ്ധിയിൽ പെട്ടോരു ഞാനിന്ന് കമ്പനിക്കാശ്ലേഷ രൂപം, കൈകൾ മുടക്കാതെ കമ്പനിക്കായി എന്നെ യോഗ്യനാക്കി മുതലാളൻ, ഭർത്താവ് വേഷവും നൽകി എന്നെ തൻ്റെ പുന്നാരപുത്രിക്ക് വേണ്ടി, ഇപ്പോൾ ഇതാ യന്ത്രരൂപിയായി മാറി ഞാൻ പെണ്ണിൻ്റെ വാക്കതും കേട്ട്, പോകുന്നിതാ എൻ്റെ ചിത്തവും വിട്ടിങ്ങ് ഈന്തപ്പനക്കാടിനുള്ളിൽ, പോയി വരും ഉപ്പിട്ട കഞ്ഞി നുകരുവാൻ അച്ഛൻ്റെ ചാരയെ ഉറങ്ങാൻ, വേണം നമുക്കാ കഴിഞ്ഞ കാലത്തിൻ്റെ ഓർമ്മ നിറഞ്ഞൊരീ മണ്ണ്, ഏറെ നടക്കണം തോടിൻ വരമ്പിലൂടെ അച്ഛൻ്റെ കയ്യും പിടിച്ച്. ഇത് എഴുതിയ സമയത്ത് ഞാനിത് KRന് അയച്ചു കൊടുത്തു. അത് അവിടെയാണ് ഈ പ്രശ്നമേ. കാരണം പലപ്പോഴും പല ആൾക്കാരും കലാസൃഷ്ടികളെ വിമർശിക്കാൻ കുറച്ച് വിമുഖത കാട്ടുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ റീസൺ, ഇവരെന്തോ ഇത്തരത്തിലുള്ള കവിതകൾ എഴുതുന്നവരൊക്കെ എന്തോ വലിയ സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ് കാണുന്നത്. ഇത് അതൊന്നും അല്ല. ഇത് പറഞ്ഞില്ലേ, മലയാള ഭാഷ വൃത്തിക്ക് ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് ഒരു മീറ്ററിൽ ഒരു 10 സിനിമാ പാട്ട് കേട്ടിട്ടുള്ള ഒരാൾക്ക് ഇത് മീറ്ററിൽ എഴുതാൻ പറ്റും. അല്ലാതെ ഈ പറഞ്ഞ വൃത്തങ്ങളൊന്നും അറിയേണ്ട ഒരു കാര്യമില്ല. ഒരു കവിത എഴുതാൻ ഒരു വൃത്തം അറിയേണ്ട, ഒരു അക്ഷരത്തിനെ കുറിച്ച് ഒരു ബോധവും വേണ്ടെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. മലയാള ഭാഷയിൽ മലയാളം ക്ലാസ് എടുത്തപ്പോൾ ഉറങ്ങാതെ അവിടെ ഇരുന്നെങ്കിൽ, ഉറക്കം തൂങ്ങിയെങ്കിലും ഇരുന്നിട്ടുള്ള ഒരാൾക്ക് സുഖമായിട്ടൊരു കവിത എഴുതാൻ പറ്റും. അപ്പം ഞാൻ ഈ കവിത KRന് അയച്ചു കൊടുത്തപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് മറുപടി തന്നത്. പക്ഷേ മേ ബി എൻ്റെ ചിന്തയുടെ കുഴപ്പമായിരിക്കും. ഞാനത് എനിക്ക് വർക്കാകാത്ത ഒരു ആശയം ഞാൻ എഴുതിയതുകൊണ്ട് തന്നെ ഈ കവിത എനിക്ക് വർക്കായില്ല. പക്ഷെ അയച്ചു കൊടുത്ത ആൾക്കാർക്ക് അതിനെ ഒരു തരത്തിലൊക്കെ നിരൂപണം ചെയ്തിട്ട് എനിക്ക് റിപ്ലൈ അയച്ച ആൾക്കാരുണ്ട്. ഒരു കണ്ണൂരുള്ളൊരു ടീച്ചറുണ്ട്, നിഷ ടീച്ചർ. അപ്പോൾ അവർക്കൊക്കെ ഇത് വർക്കായിട്ടുണ്ടായിരിക്കാം. ഏതായാലും ഇനി ഇറങ്ങാൻ പോകുന്ന പുസ്തകത്തിൽ KRനുള്ള മറുപടിയായിട്ട്, അല്ലെങ്കിൽ KRനുള്ള മറുപടിയല്ല, KRന്റെ കവിതയിലെ ആ വൃത്തനുണ്ടല്ലോ, വൃത്തൻ്റെ വിലാപം, അങ്ങനെ വിലപിച്ച വൃത്തന് മകൻ്റെ വിലാപമായിട്ടൊരു പുത്രവിലാപം എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ കവിത എഴുതാം എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇത് ഞാൻ ബുക്കിലെഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ ഫോണിൻ്റെ നോട്ട്സിലുണ്ട്. വരുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇതും ഞാനിതുപോലെ ബുക്കിൽ കാണിക്കാം. അതാണ്.